ഹായ്, ഇതാണ് പൂപ്പി. പൊട്ടൊക്കെ തൊട്ട് റെഡിയായിട്ട് ആള് വാക്സിനേഷന് വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ആളുടെ ഫസ്റ്റ് വാക്സിനേഷനാണ്. പൂപ്പി നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ട് ഒരു 2 വീക്സ് മാക്സിമം ആവുന്നതേ ഉള്ളൂ. അൺഎക്സ്പെക്റ്റഡ്ലി നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്ന ഒരു ഗസ്റ്റാണ് പൂപ്പി. പക്ഷേ ഇപ്പം ഗസ്റ്റ് അല്ല കേട്ടോ, അവൾ എൻ്റെ സ്വന്തം കൊച്ചാണ്. അപ്പോൾ പൂപ്പീനെ കൊണ്ട് നമ്മൾ ഫസ്റ്റ് വാക്സിനേഷന് വേണ്ടിയിട്ട് പോവാണ്. ഫ്ലാഷ് ബാക്ക്. അപ്പോൾ പൂപ്പിയെ കിട്ടി 2 വീക്സ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. ഇതാണ് കേട്ടോ പൂപ്പിയെ കിട്ടിയ സിറ്റുവേഷൻ. ഞാൻ വയനാട് തിരുനെല്ല ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് കൽപ്പറ്റ ഏരിയയിൽ വെച്ചിട്ട് ഈ കാണുന്ന 2 കുഞ്ഞു മക്കൾ വണ്ടീൻ്റെ ഇടയ്ക്കൽ കൂടി ക്രോസ് ചെയ്യുന്നതാണ് കണ്ടത്. അതൊരു പൊടി പിടിച്ച പണി നടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ വണ്ടിയിൽ ഉള്ളിലുള്ളവർക്ക് കാണുന്ന പോലും ഉണ്ടായിരുന്നില്ല അവരെൻ്റെ ഇടയ്ക്ക് കൂടി ക്രോസ് ചെയ്യുന്നത്. വിശന്ന് വലിഞ്ഞ് നിൽക്കുന്ന ഇവരെ കണ്ടിട്ട് ഞാൻ പോയിട്ട് വെള്ളവും സ്നാക്സൊക്കെ വാങ്ങിച്ച് വന്നപ്പോൾ കണ്ട അവസ്ഥ അതിലും കഷ്ടമാണ്. ഒരു വണ്ടി കയറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിനെ, ക്രോസ് ബ്രീഡ് പോലെ തോന്നിക്കുന്ന ഒരു കുഞ്ഞിനെ ഒരു ചേച്ചി വന്ന് റെസ്ക്യൂ ചെയ്തു. അവളെ ഏറ്റെടുത്തു. പക്ഷേ ഇവളെ ഏറ്റെടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് അവൾ ആ കാടിൻ്റെ ഉള്ളിലേക്ക് പോയി. പിന്നെ ഒരു 2:30 എത്തി. ഞങ്ങൾ 6:30 വരെ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടാണ് അവളെ ഒന്ന് അവിടെ നിന്ന് എടുത്തത്. എൻ്റെ എല്ലാ ഹോപ്പും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ വീട് കാലിക്കറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവളെയും കൊണ്ട് കാലിക്കറ്റിലേക്ക് വന്നു. നേരെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നു. അവിടെ 24 ഹവറിലൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, പെറ്റ് ഹോസ്പിറ്റൽ. അവിടേക്ക് വന്ന് അവളെ കാണിച്ചു. അവൾക്ക് ഒരുപാട് മെഡിക്കേഷൻസും കുറേ വൂണ്ടും ഒക്കെ ഉണ്ടായിരുന്നു അവളുടെ ദേഹത്ത്. അങ്ങനെ ഞങ്ങൾ ഒരു 1 മണി 1:30 വരെ ഹോസ്പിറ്റലിൽ നിന്ന് 2 മണി നിന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അങ്ങനെ 2 വീക്സിൻ്റെ മെഡിക്കേഷനും കെയറും എല്ലാം കഴിഞ്ഞ് കുഞ്ഞൂസ് ഹെൽത്തിയായി. പൂപ്പി ഹെൽത്തി ആയതിനു ശേഷമാണ് നമ്മൾ ഇന്നിപ്പോൾ അവളുടെ വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കാലിക്കറ്റ് ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റലിലേക്കാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരുപാട് പൂപ്പികൾ വേറെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ അവൾ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അവൾക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെന്തായാലും അവളെ കൊണ്ടുവന്നു. നമുക്ക് വാക്സിൻ എടുക്കാതെ വേറെ നിവർത്തിയില്ലല്ലോ. എന്താണെന്നറിയില്ല, എനിക്ക് പെറ്റ് ഹോസ്പിറ്റലിൽ വരാൻ വളരെ ഇഷ്ടമാണ്. അവിടെ ഉണ്ടായിരുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ അടുത്ത് ഞാൻ നടന്ന് സംസാരിക്കുമായിരുന്നു. അവരുടെയൊക്കെ പാരൻസിൻ്റെ അടുത്ത് എന്താ പറ്റിയേ, എന്തിനാ വന്നതെന്നൊക്കെ ഞാൻ അങ്ങോട്ട് പോയിട്ട് ചോദിക്കുമായിരുന്നു. ഇതിപ്പോൾ വേറെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് സംസാരിക്കില്ല. എനിക്ക് പെറ്റ് ഹോസ്പിറ്റലും എനിക്ക് ആനിമൽസ് ഉള്ള ഏത് സ്ഥലത്താണെങ്കിലും എനിക്ക് ഞാൻ പെട്ടെന്ന് കാമാവും. അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ കുഞ്ഞൂസിന് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു മെഡിസിനൊക്കെ തരികയാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇവിടെ വ്യാഴാഴ്ചകളിൽ ക്യാറ്റിനും ഫ്രൈഡേയ്സിൽ ഡോഗ്സിനും ഉള്ളൂ. ആ 2 ദിവസം മാത്രമേ വാക്സിനേഷന് വേണ്ടിയിട്ടുള്ളൂ. ബാക്കി ഒരു ദിവസം 3-4 ഉണ്ടാവില്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഭാഗ്യത്തിന് നമ്മൾ വന്നത് കറക്റ്റ് വെള്ളിയാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് വാക്സിൻ എടുത്തു. അവളിപ്പോൾ വാക്സിൻ എടുത്ത് കൊണ്ടുവന്നിരുത്തേക്കാണ്. അപ്പോൾ വാക്സിൻ എടുക്കുന്ന എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് അവൾ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാറി എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വാക്സിനൊക്കെ എടുത്ത് വീട്ടിലോട്ട് പോയി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.